ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പനീർ റാപ്പാണ്. ഇപ്പോൾ സ്കൂളിലേക്ക് അവർക്ക് ടിഫിനായിട്ടും അതുപോലെ 4 മണി പലഹാരമായിട്ടും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വെജ് മയണൈസിൻ്റെ റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പനീർ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ച ഏതൊക്കെ പച്ചക്കറികളാണോ അതൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു ചെറിയ ക്യാരറ്റും ചെറുതായി മുറിച്ചതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ് കോൺ, അതുപോലെ ബീൻസ്, ക്യാബേജ് ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ സമയത്ത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഇതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഷേഷ്വാൻ സോസാണ്. വീട്ടിലുണ്ടാക്കിയ ഷേഷ്വാൻ സോസായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം ഉണക്കമുളക് കുരു കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായി തണുത്ത് വരുമ്പോൾ അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് വെള്ളം ചേർക്കാതെ ഈ മുളക് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയും 1/2 കപ്പ് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോൾ സെല്ലറി ഒരു കപ്പ് സെല്ലറി 1 to 1.5 കപ്പ് സെല്ലറി ചേർത്ത് കൊടുക്കുക. സെല്ലറിയാണ് ശരിക്കും ഷെഷ്വാൻ സോസിന് ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൊടുക്കണ ഒരു മെയിൻ ഐറ്റം. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് സെല്ലറി കിട്ടണേ ആ സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 to 4 മാസം ഫ്രിഡ്ജിൽ കേടാവാതെ തന്നെ നമുക്കത് സൂക്ഷിക്കാം. അപ്പോൾ ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഷെഷ്വാൻ സോസ് 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വാങ്ങിക്കുന്ന ഷെഷ്വാൻ സോസിനേലും ടേസ്റ്റ് നമ്മളിങ്ങനെ ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷെഷ്വാൻ സോസ് ചേർത്ത് കൊടുത്തിരുന്നു. അതൊന്ന് വഴണ്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒരു 200 ഗ്രാം പാക്കറ്റ് പനീറാണ് എടുത്തത്. അത് വലുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതും ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജ് മയണൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെജ് മയണൈസിന് വേണ്ടിയിട്ട് നല്ല ചിൽഡ് പാൽ, നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വെളുത്തുള്ളിയും എത്ര പാലെടുക്കണേ അതിൻ്റെ ഡബിള് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു വലിയ ടീസ്പൂൺ വിനെഗറും ഉപ്പ് ആവശ്യത്തിനും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഇത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ മുട്ടയിട്ട് ചെയ്യണ മയണൈസിനേലും എളുപ്പം ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ പനീർ റോളിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൊട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 കപ്പ് ആട്ടയും 1/2 കപ്പ് മൈദയും വെച്ച് കുഴച്ച് നല്ല തിന്നായിട്ട് പരത്തിയെടുത്ത റൊട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആട്ട തന്നെയായാലും യൂസ് ചെയ്യാം, മൈദ തന്നെയായാലും എടുക്കാം. പക്ഷേ ടേസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു സ്ക്വയർ പീസ് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് നമ്മളുണ്ടാക്കിയ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ അടുത്ത ചേർക്കാൻ പോകുന്നത് ചീസാണ്. ചീസ് നന്നായിട്ട് മെൽറ്റായിട്ടിരിക്കും അത്. അപ്പോൾ അടുത്തത് ഞാൻ ചീസ് ഇട്ട് കൊടുക്കുകയാണ്. ചീസ് ഞാൻ 2 ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രോസസ്ഡ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ മൊസറല്ല ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്ത ശേഷം നമ്മൾ മുൻപ് ചെയ്ത് വെച്ചിട്ടുള്ള
മയണൈസ് ഒരു വലിയ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായി മുറിച്ച സവാള കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാബേജും ഇതുപോലെ തന്നെ ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കെച്ചപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നടുക്കിലേക്ക് മടക്കിയിട്ട് നല്ല ടൈറ്റിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പറും അതുപോലെ തന്നെ ടൈറ്റിൽ കവർ ചെയ്ത് ചുറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു റോള് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പനീർ റോൾ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റോളാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എന്നാലാണ് നമ്മുടെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.